ഹായ് ഹലോ, കഴിഞ്ഞ ദിവസം നമ്മളൊരു ചക്കക്കറിയുടെ റെസിപ്പി ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത്തവണത്തെ പഴുത്ത ചക്കയും കഴിച്ചിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് ചക്കക്കുരു കറി ഇഷ്ടമായത് കാരണം ഞാൻ അതിന്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചക്കക്കുരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ചക്കക്കുരുവിന്റെ പുറത്തുള്ള തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് പുളിപ്പുള്ള മാങ്ങയായത് കാരണം ഞാൻ ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് 4-5 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി ഒരു മിക്സി ജാറിലേക്ക് ഞാനിവിടെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവാള എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടെ കുറച്ച് ജീരകവും ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്തിട്ട് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചിട്ട് അതിനുശേഷം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ സമയം നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ ഇട്ട കാരണം മാങ്ങ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കുറച്ച് ചക്കക്കുരു മാത്രം ഇതേ സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യും. കറിയിൽ വറുത്തിടാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, കടുക് എന്നിവ ചേർത്തിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതും കൂടെ കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.